ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ കേരള വ്ളോഗ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ അഭിമാന സ്ഥലമായ പൂവാറിൻ്റെ ഏരിയയാണ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടുത്തെ മേജർ അട്രാക്ഷൻ ബോട്ടിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല റിവ്യൂ ഉള്ള നോഹ ബാക്ക് വാട്ടർ ക്രൂസാണ് ഇന്നത്തെ പൂവാർ എക്സ്പ്ലോറേഷന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ 1.5 മണിക്കൂറുള്ള ക്രൂസ് സ്റ്റാർട്ട് ചെയ്തു. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തെളിയിക്കുന്ന കുറേ മനോഹരമായ കാഴ്ചകൾ ഇന്ന് നിങ്ങൾക്ക് ഈ വ്ലോഗിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമായി കണ്ട ബേർഡാണ് സ്റ്റോർ. പൂവാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബേർഡ് വാച്ചേഴ്സിൻ്റെ പാരഡൈസ് ആണ്. ഇവിടെ പലതരം പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പച്ചപ്പും ഹരിതാപവും കണ്ടുകൊണ്ട് കനാലിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് കണ്ടത്. ഇതാണ് കിങ് ഫിഷർ, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൊന്മാൻ. ഇതാണ് നമ്മുടെ അടുത്ത സൈറ്റിംഗ്, മാംഗ്രോവ് ഹെറോൺ. പുള്ളിയാണെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി ഭയങ്കര സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ പിന്നെ നമുക്ക് പലതരം കിങ് ഫിഷറിനെ കാണാൻ സാധിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വേറൊരു ടൈപ്പ് കിങ് ഫിഷർ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇതൊരു ബേർഡ് സാങ്ച്വറി ആണെന്ന്. സോ അടുത്ത് നമുക്കൊരു നീർക്കാക്കയും കൂടെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഡിഫറെൻറ്റ് ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാനും അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതിന് എന്നെ സഹായിച്ചത് ഈ ബോട്ടിൻ്റെ ഗൈഡ് ചേട്ടനാണ്. ഈ ചെറിയ കനാലിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച അതീവ സുന്ദരമാണ്. അങ്ങനെ നമ്മൾ കനാലുകളിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ മെയിൻ പാർട്ടായ നെയ്യാർ റിവറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ യാത്ര തുടരുകയാണ്. ഇവിടെ വളരെ സൂപ്പർ കാഴ്ചകളാണ്. ഇവിടെ മാത്രമല്ല, കുറേ നല്ല ഫോട്ടോജനിക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് എൻ്റെ എടുത്തു, അത് ഞാൻ ഷെയർ ചെയ്യാം. ഈ കണ്ടൽക്കാടിനകത്തൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്, നേച്ചർ ഈസ് ഇൻഡീഡ് ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്ലോട്ടിംഗ് ഷോപ്സ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് അത്യാവശ്യം കുടിക്കാനുള്ള സാധനമൊക്കെ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ നെയ്യാർ റിവർ അറേബ്യൻ സീയുമായി ഒത്തുചേരുന്ന ആ ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ ഒരു ബീച്ച് ഉണ്ട് ഗൈസ്. ഈ ബീച്ചിൻ്റെ പേരാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. ഈ ബീച്ച് നമ്മുടെ
ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്കൊരു 15 to 20 minutes ഇവിടെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് ഓപ്പോസിറ്റ് സൈഡ് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം അറേബ്യൻ സീ ആണ്. ബീച്ചിലെത്തിയാൽ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ സാധിക്കുന്നു ഗൈസ്. സോ ഞാനും കുറേ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തു. ഇത് നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു ഗൈസ്. നല്ല തിരമാലകളും നല്ല കാറ്റും പിന്നെ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടില്ല, നല്ല അടിപൊളി ഒരു സൈറ്റായിരുന്നു. ഇവിടെ ഹൈ കറണ്ട് കാരണം നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആയി വെച്ചേക്കുകയാണ്. ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുതിര സവാരിയും ക്യാമൽ റൈഡിങ്ങും പിന്നെ മാത്രമല്ല പലതരം ഫുഡ് സ്റ്റാൾസും ഞാൻ കണ്ടു. ഞങ്ങളിപ്പോൾ പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 10-15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറാൻ പോവാം ഫോർ ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. കം ഓൺ. പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഗൈസ്, ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നിറയെ വെജും നോൺ വെജുമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഈ കാണുന്ന സ്ഥലമാണ് നെയ്യാർ റിവറും അറേബ്യൻ സീയും തമ്മിൽ കൂട്ടിച്ചേരുന്ന സ്ഥലം. നമ്മുടെ ക്രൂസ് ടൂറിലെ അടുത്ത അട്രാക്ഷനാണ് ഈ കാണുന്ന എലിഫൻറ്റ് റോക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ആനയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് വന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഫ്ലോട്ടിംഗ് കോട്ടേജസുകൾ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ 1 day ട്രിപ്പ് പോകാൻ നല്ല ബെസ്റ്റ് സ്ഥലമാണ് പൂവാർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആചാരം മറക്കണ്ട. എല്ലാവരും പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ് ടു മൈ ചാനൽ. ബൈ.